ഹായ്. രാവിലെ തന്നെ പുട്ടാണ്. ഇന്ന് തള്ളു കേട്ട് മടുക്കും എന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ കുറച്ചു പേരെങ്കിലും. ആ കുറച്ചു കാര്യമൊക്കെ പറയാനുണ്ട്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാല്, നമ്മൾ പെണ്ണുങ്ങൾക്ക്, എല്ലാ പെണ്ണുങ്ങൾക്കും, ഈ ജോലി ഉള്ളവർക്കായാലും ഇല്ലാത്തവർക്കായാലും, പെണ്ണാണോ ഈ ഒരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരു പണിയുമില്ല അല്ലെ, വെറുതെ ഇരിക്കുന്നു, എന്ത് ചെയ്താലും വെറുതെ ഇരിക്കുന്നു എന്നുള്ള ആ ഒരു മെഡല് അല്ലെ, ആ ഒരു അവാർഡ് നമുക്ക് മാത്രമേ കിട്ടുള്ളൂ. ശരിയല്ലേ? ഈ ഒരു അവാർഡ് ഉണ്ടല്ലോ, എൻ്റെ ഹസ്ബൻഡ് സ്നേഹം കൊണ്ട് ഇടക്കിടക്ക് എനിക്ക് എൻ്റെ തലയിൽ അങ്ങ് ചാർന്ന് തരും. എന്ത് പണിയാ ഉള്ളത്, ഇവിടെ ഫോണിലും കുത്തി ഇൻസ്റ്റാഗ്രാമും നോക്കി യൂട്യൂബും നോക്കി ഇങ്ങനെ ഇരിക്കുക എന്നല്ലാണ്ട് എന്ത് പണിയാ ഉള്ളതെന്ന് ചോദിക്കും. പിന്നെ വേറൊരു പ്രശ്നമാണ്, ജോലി ഇല്ലാത്ത എന്നെ പോലുള്ള വീട്ടമ്മമാർ സ്ഥിരമായിട്ട് കളിക്കുന്ന പണിയാണ് വെറുതെ ഇങ്ങനെ തിന്ന് ഇരിക്കുക, അത്ര തന്നെ അല്ലേ? ഇത് കേട്ടിട്ടുണ്ടാവോ? തമാശയായിട്ടാണെങ്കിലും നമുക്ക് കേൾക്കും. പക്ഷെ എത്ര തമാശയായിട്ട് എന്റെ ഹസ് പറഞ്ഞാലും എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുത്തലൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ കുറച്ചൊക്കെ മൊഞ്ചൊക്കെ പിടിച്ചിട്ട് നിന്നാലും നമ്മുടെ ഉള്ളില് ആ ഒരു വിഷമം ഉണ്ടാവും. ഒരു ജോലിയും ചെയ്യുന്നില്ലല്ലോ, നമ്മൾ പഠിച്ചിട്ട് നമുക്ക് ജോലിയൊന്നുമില്ലല്ലോ എന്നുള്ളൊരു കുത്തല് നമുക്ക് ഉണ്ടാവും. അപ്പോ ആ കുത്തലിൽ നിന്നുമാണ് സത്യം പറഞ്ഞ ഞാൻ ഈ യൂട്യൂബിലേക്ക് വന്നത്. പഠിച്ചത് ഞാൻ PG പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ജോലി ചെയ്യാന്ന് വിചാരിച്ച അപ്പോഴേക്ക് കല്യാണമായി. കല്യാണം കഴിഞ്ഞിട്ട് ജോലിയാകാന്ന് വിചാരിച്ചപ്പോൾ ആദ്യത്തെ കുട്ടി വേഗം വേണമെന്നായി. എന്നാ പിന്നെ ആയിക്കോട്ടെ, ആദ്യത്തെ കുട്ടി വലുതായി സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ ബെസ്റ്റ്, ഇനി നല്ല ടൈമാണ്, ഇനിയെങ്കിലും എനിക്ക് ജോലിക്ക് പോവാലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് കുറെ ആൾക്കാർ വന്നിട്ട്, ഒരു കുട്ടി മതിയോ, ഒരാളും കൂടി വേണ്ടേ, ഒറ്റയ്ക്ക് അങ്ങനെ ആക്കരുത് എന്നത്. എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് രണ്ടാമത്തെ കുട്ടിയായി. അങ്ങനെ ഒന്നാമത്തെ ട്രോഫി രണ്ടാമത്തെ ട്രോഫിയും പേര് നടക്കുന്ന സമയത്ത് ആണ് വന്നിട്ട് പറയാം, ഒരു പണിയില്ലല്ലോ, എന്താ ചെയ്യേണ്ടി ഇവരെ, എന്നായിക്കോട്ടെ നാളെ മുതൽ തൊഴിലുറപ്പിനെങ്കിൽ തൊഴിലുറപ്പിന് ഞാൻ പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറയും, അയ്യോ പിള്ളേരുടെ കാര്യമാരും നോക്കും, വീട്ടിലെ കാര്യമാരും നോക്കും, മറ്റുള്ള കാര്യങ്ങൾ ആരും നോക്കും. അങ്ങനെയുള്ളവരാണ് ചോദിക്കുന്നത് ഒരു പണിയും ഇല്ലല്ലോ. ഇവിടെ എന്താ ഞാൻ മനസ്സിലാക്കേണ്ടത്? എനിക്ക് പണി ഉണ്ട് എന്നാണോ അഥവാ ഒരു പണി ഇല്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒന്നും രണ്ടും ട്രോഫികളും ഒക്കെ നോക്കി തലക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാണ് കെട്ടിയവൻ വന്നിട്ട്, എനിക്ക് സത്യം പറഞ്ഞ മൂന്ന് കുട്ടികളാണ് ഇഷ്ടം, അപ്പൊ എന്താ കയ്യിൽ കിട്ടിയതെന്ന് എനിക്കറിയില്ല, എന്തോ എന്റെ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരൊറ്റ ഏറ് വെച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു വിട്ടു വണ്ടിയെന്ന്. പിന്നെ ഈ പരിസരത്തേക്ക് വന്നിട്ടില്ല കേട്ടോ. കാരണം നമ്മളൊന്ന് ഒഴിഞ്ഞ് ഒരു സമാധാനമായിട്ട് റെസ്റ്റ് എടുത്ത് ഇരുന്നിരിക്കാന്ന് വിചാരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. ഞാൻ പറഞ്ഞു ഇനി ഈ വഴിക്ക് വരണ്ട ഈ ഒരു കാര്യം പറഞ്ഞിട്ടെന്ന്. അങ്ങനെ ആ കാര്യത്തിൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. വീട്ടിലെ പാചകം, ക്ലീനിങ്, വാഷിങ്, കുട്ടികളെ പഠിപ്പിക്കല്, കുട്ടികളെ കുളിപ്പിക്കല്, കുട്ടികളെ അപ്പിടിപ്പിക്കല്, കുട്ടികളെ കളിപ്പിക്കല്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ കെട്ടിയോ വരുമ്പോഴേക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് അങ്ങോട്ട് വിചാരിച്ചിരിക്കും. അപ്പോ അത് മാത്രല്ല, വൈകുന്നേരം കെട്ടിയോ വരുമ്പോഴേക്ക് നമ്മൾ പൂമുഖ വാദ്യത്തിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പോയി. അത് കഴിഞ്ഞ് ഒന്ന് കെട്ടിയവന്റെ കയ്യിൽ കൊടുത്ത് റെസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ, ഒന്ന് പിടിച്ച്, മേലൊക്കെ വേറെടുക്കുന്നു, ഒന്ന് പിടിച്ച്, എനിക്ക് കുറെ കോഴ്സ് വരാനുണ്ട്, ഒന്ന് പിടിച്ച്, എനിക്ക് വേറെ ഡ്യൂട്ടി ഉണ്ട്, എനിക്ക് വേറെ പോകാനുണ്ട്, എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോകാനുണ്ട്, ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ. അഥവാ ഇനി ഒന്നുമില്ല, കുറച്ചു നേരം നമ്മൾ കുട്ടീനെ കൊടുത്തെങ്കിൽ പറയും, ജോലിക്ക് പോയി വന്നു കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് കുട്ടികളെ നോക്കണം, എല്ലാം ഞാൻ ചെയ്യണം എന്നുള്ളൊരു ഡയലോഗ്. എന്താ കേറി ഇങ്ങോട്ട് വരും, എന്താ പറയേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടാവില്ല. പിന്നെ ഒന്നും പറയണ്ട, കുട്ടീനെ ഇങ്ങോട്ട് വാങ്ങുക, നമ്മുടെ കാര്യം നോക്കി മെല്ലെ കിടന്നുറങ്ങുക, ഇത്രേ ചെയ്യുന്നു. ഇനി അഥവാ യുദ്ധം ചെയ്യാന്ന് വിചാരിച്ചിട്ട് അമ്പും വില്ലൊക്കെ ആയിട്ട് പോയാലോ, മുഖാമുഖം നോക്കുമ്പോ അപ്പൊ വരും ചിരി, പിന്നെ ആ ദേഷ്യമൊക്കെ അങ്ങോട്ട് പോകും. പക്ഷെ ആ ദേഷ്യം അങ്ങനെ പെട്ടെന്ന് തീർക്കാൻ പറ്റുമോ? ഇല്ല. ഒരു ദിവസം കൂടി പോയി 2 ദിവസം എങ്കിലും എത്തിക്കണ്ടേ, കാരണം അത്രയും സ്ട്രോങ് കണ്ടന്റ് ആണെങ്കിൽ. അപ്പോ മുഖത്ത് നോക്കാതിരിക്കും, കാരണം മുഖത്ത് നോക്കിയാൽ പോയി ചിരി വരും. ഇങ്ങനെ ആയിരിക്കില്ലേ പല വീടുകളിലും ഉണ്ടാവുക. ഇവിടെ എങ്ങനെയാണ് കേട്ടോ. സത്യം പറഞ്ഞ ഇയാളോട് ദേഷ്യം വന്ന ആ ഒരു ജസ്റ്റ് ആ ഒരു സെക്കൻഡ് മാത്രമേ എനിക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് ആ ദേഷ്യമൊക്കെ അങ്ങോട്ട് പോകും. മുഖത്ത് നോക്കാതിരിക്കും, കാരണം ദേഷ്യം പിടിച്ചു നിർത്തണല്ലോ, അതിനു വേണ്ടിയിട്ട്. മുഖത്ത് നോക്കിയാ പോയി. എന്തൊക്കെയാണേലും ആൾ ഇങ്ങോട്ട് വന്ന് മിണ്ടും. ചിലപ്പോ ചില കേസിൽ ഞാൻ അങ്ങോട്ട് പോയിട്ടും മിണ്ടും. പക്ഷെ ഇങ്ങോട്ട് വന്ന് മിണ്ടാൻ ഞാൻ ബലം പിടിച്ചു നിൽക്കും. ഒരു കുറച്ചു നേരത്തേക്ക് ബലം പിടിച്ചു നിന്നില്ലെങ്കിൽ നമ്മളൊക്കെ ഒരു വില ഉണ്ടാവില്ലല്ലോ. ഇന്നത്തെ തീരുവാ.
ഇത് കുഴക്കുന്നല്ലേ കാണുന്നില്ല, ഉള്ളിലേക്കൊന്നും പോകുന്നില്ലല്ലോ. മെല്ലെ മെല്ലെ തന്നെ പുട്ടാണ് തൊണ്ടക്കാവും. എങ്ങനെയാത്? നിങ്ങളൊന്ന് കാണിച്ചെടുത്ത്, നിങ്ങൾ കാണിച്ചെടുത്ത്. അച്ഛനും മോനും എന്തായി ഡാൻസ് കളിക്കണേന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലെ. കിച്ചൂട്ടന്റെ ചെവിയില് വെള്ളം കയറിയപ്പോ ഏട്ടൻ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തതാ. എന്താന്ന് വെച്ചാല് തല ചെരിച്ചു പിടിക്കുക, ഒരു കൈ ചെവിക്ക് വെക്കുക, എന്നിട്ട് ഇതുപോലെ തുള്ളിയാല് വെള്ളം ഇറങ്ങി പോകുന്നു. ഇങ്ങനത്തെ ലൊട്ടിലൊടുക്ക് കാര്യങ്ങളൊക്കെയാണ് തലയിൽ. പിന്നെ എങ്ങനെയാ ഇതൊക്കെ ഉള്ളതാണോ ഭഗവാനെ, എനിക്കറിയത്തില്ല. പിന്നെ ഇവിടെ ഞാനും ഏട്ടനും ദേഷ്യമായിട്ടുണ്ടെങ്കിൽ കിച്ചൂട്ടനാണ് എല്ലാ ഡ്യൂട്ടിയും. കാരണം എന്തുണ്ടെങ്കിലും മീഡിയേറ്റർ ആയിട്ട് കിച്ചൂട്ടനെ വിളിക്കും. ഏട്ടൻ ജോലിക്ക് പോയാല് നമ്മള് വിളിക്കാതിരിക്കുമല്ലോ, കുറച്ച് ദേഷ്യമൊക്കെ പിടിച്ചിരുന്നാല്. അപ്പൊ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പൊ കിച്ചു വന്നപാട് വിളിക്കാൻ ഏൽപ്പിക്കും. കിച്ചുട്ടാ അച്ഛനെ വിളിക്ക് എന്ന് പറയും. അപ്പോ അല്ലെങ്കിൽ 100 തവണ വിളിക്കുന്ന ചെക്കന ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ എനിക്കൊന്നും വയ്യ, എനിക്ക് കളിക്കണം എന്ന് പറഞ്ഞിട്ട് പോകും. അവൻ അവൻ്റെതായ രീതിയിൽ ഡിമാൻഡ് ആക്കും. എന്താ ചെയ്യാല്ലേ. പല വീടുകളിലും ഇതുപോലെ മൂത്ത കുട്ടി തന്നെയായിരിക്കും ചിലപ്പോ മീഡിയേറ്റർ ആയിട്ട് ഉണ്ടാവുക. എന്നിട്ട് അവന്റെ ഭാഗം ഒരു ചോദ്യം ഉണ്ടാവും, അമ്മക്ക് എന്നെ വിളിച്ചാൽ എന്താ, അമ്മക്ക് എന്നെ പറഞ്ഞാൽ എന്താ. പിന്നെ ചോദിക്കും അച്ഛനും അമ്മയും എന്താ ദേഷ്യം എന്നൊക്കെ ചോദിക്കും. പക്ഷെ അവനറിയാം നമ്മള് കൂടെ പോയ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ, അതും അല്ലെങ്കിൽ ഒരു ദിവസം, അത്ര അധികമൊന്നും നീണ്ടുപോകില്ല. ഇത് അത്ര വലിയ കാര്യമൊന്നും അല്ലാന്ന് അവൻ എന്തായാലും അറിയാം. അപ്പോ പക്ഷെ എന്നാലും അവന്റെ ഒരു ചോദ്യം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അങ്ങ് കത്തും, മക്കൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നുള്ള ഇതിലുണ്ട്. അതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങനെ അവിടെ അങ്ങനെ ദേഷ്യത്തിൽ നിൽക്കാറില്ല. പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ദേഷ്യം പിടിക്കാറുമില്ല, അത്ര വലിയ കാര്യങ്ങൾ ഉണ്ടാവാറില്ല. പിന്നെ ദേഷ്യം പിടിക്കണമെങ്കിൽ മുഖാമുഖം നോക്കണ്ടേ, മുഖാമുഖം നോക്കി അപ്പാട് ചിരിയും വരും. പിന്നെ എന്താ ചെയ്യാ, അപ്പൊ ആ ദേഷ്യം അങ്ങോട്ട് പോവുകയും ചെയ്യും. പുട്ടിന്റെ ശക്തിയാണോ എന്നറിയില്ല, തള്ളിയിട്ടും തള്ളിയിട്ടും തീരണില്ല. അതിനിടയിൽ പറയാൻ വിട്ടുപോയി, കിച്ചൂട്ടൻ അവന്റെ സ്കൂളിലേക്ക് പോയി. പിന്നെ ഇനി ഏട്ടനാണ്, ഏട്ടൻ പോവാൻ പോവാണ്. അപ്പോ ഏട്ടന്റെ ടിഫിനിലേക്ക് എല്ലാം റെഡിയാക്കി വെക്കുവാണ് കേട്ടോ. അതിനിടയില് കറി ഒഴിക്കുന്ന ബോക്സ് ഉണ്ടല്ലോ, പാത്രം, അത് എങ്ങനെ എനിക്ക് അടക്കാൻ പറ്റണില്ല. അപ്പോൾ അത് ഞാൻ ഒരുപാട് പണിയെടുത്തു, പക്ഷെ പറ്റണില്ല. പിന്നെ ഏട്ടൻ ജസ്റ്റ് ഒന്ന് തിരിക്കുമ്പോഴേക്ക് അത് റെഡിയായി. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ടേ പറ്റൂ, നിനക്കൊന്നും ഒന്നും കഴിയില്ല എന്നുള്ള അഹങ്കാരത്തിലുള്ള ഒരു ചിരി കാണണോ, ഇതാ ഇപ്പൊ വരും. ഞാൻ എത്ര നേരം കഷ്ടപ്പെട്ടിനറിയാം. ആ ചിരി അത്രക്ക് അങ്ങോട്ട് കിട്ടിയിട്ടില്ല. എന്തായാലും ഒരു കൊച്ചുഭാവൊക്കെ ഉണ്ടായിരുന്നു, നിന്നെക്കൊണ്ട് ഒന്നും കഴിയില്ല എന്നുള്ളത്. അവിടെ ഇരിക്കട്ടെ. പിന്നെ ദാ ഏട്ടൻ പോവാൻ നോക്കുകയാണ്. എന്റെ പൊന്നെ, ഈ പോവാൻ നോക്കുന്നതിന് മുന്നേ ഉള്ള ആ സമയം വരെ, ഒരു നിമിഷം വരെ ഓട്ടപ്പാച്ചിലാണ്. അങ്ങോട്ടോടുന്നു, ഇങ്ങോട്ട് ഓടുന്നു. പിന്നെ എല്ലാരും ബിസി ആട്ടോ, ആരും ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടല്ല. ഏട്ടനും എനിക്ക് ഹെൽപ്പൊക്കെ ചെയ്തു തരാറുണ്ട് കേട്ടോ. പറയുമ്പോ എല്ലാം പറയണല്ലോ, കിച്ചുടനെ കുളിപ്പിക്കുന്നുണ്ട്, അവനെ പല്ല് തേപ്പിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുക. ചില ടൈമിൽ കിച്ചൂട്ടൻ കഴിക്കും, അല്ലാത്തപ്പോ ഏട്ടൻ കൊടുക്കും, അങ്ങനെയൊക്കെ. അപ്പൊ ആള് ഹെൽപ്പൊക്കെ ചെയ്തു തരുന്നുണ്ട്, ഇല്ലാന്നില്ല. അങ്ങനെ കിച്ചൂട്ട സ്കൂളിലേക്കും പോയി, ഏട്ടൻ്റെ ഡ്യൂട്ടിക്കും പോയി. ഇനി പിന്നെ നമ്മൾ തമ്മിലുള്ള മാമാങ്കം. എത്ര അടിയാണ് ചൊടിയാണ് എന്നൊക്കെ പറഞ്ഞാലും ആ ഒരു യുദ്ധം ഇല്ലെങ്കിൽ ഒരു ഉഷാറില്ല. ഇതുപോലെ തട്ടലും മുട്ടലൊന്നും ഇല്ലാതെ എന്ത് രസമല്ലേ ജീവിതം. അപ്പൊ എല്ലാവരുടെ ജീവിതം ഇതുപോലെ സുന്ദരമാകട്ടെ. കുറെ ഭർത്താക്കന്മാരുടെ വിശേഷങ്ങൾ നിങ്ങൾക്കും പറയാനുണ്ടാവില്ലേ, എല്ലാരും കമന്റിൽ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പൊ തെറ്റാ, സന്ധിക്കും വരെ വണക്കം.